അപ്പോൾ ഗൈസ് നമ്മൾ ലാൻഡ് ക്രൂയിസറിന്റെ കാര്യം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ അറിയില്ല ഗൈസ്, ഇതാ വിളിച്ചു റേഞ്ച് റോവറിന്റെ ആള്. ഇതാ ഗൈസ് കുറച്ചിൻ്റെ വരാ നമ്മളെ വണ്ടി ഇറക്കി ഇട്ടു, കോൾ സെറ്റിന് ഇട്ടു. അപ്പോൾ കുറച്ചിട്ട് വരാം, അന്ന് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ കുറച്ചിൻ്റെ വരാം ഗൈസ്. എത്തി ഫൈനലി ഇതാ പോണു. നല്ല വഴിയാണ്, കുറേ ടീച്ചർമാർ വന്നിട്ടുണ്ട്, അവരൊക്കെ വണ്ടി കാണാണ്ടാവുന്നതായിരിക്കണം. അപ്പോൾ നമുക്കെന്നാ ഷിബിലിനെ വിളിച്ചിട്ട് നമുക്കെന്നാ നേരെ കോളേജ് കയറാം ഗൈസ്. 9:3 നമ്മളതാ CC ഫീസ് അങ്ങനെ കോളേജ് കഴിഞ്ഞതാ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല സ്കൈയും എല്ലാ നല്ല രസത്ത് കാണാൻ. അപ്പോൾ കുറച്ചായിട്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, സമയം ഇപ്പോൾ എത്ര മണിയാ വെച്ചാൽ 3:4. അപ്പോൾ ശബരിയുടെ ഇവിടെ നിൽക്കുകയാണ്. എപ്പോൾ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എനിക്ക് 4:15 വരെ ഉണ്ട് തോന്നുന്നു, കൾച്ചർ മീറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ വേറെ ഒന്നും പറയില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നലത്തെ മിനിങ്ങാനത്തെ നിങ്ങളിപ്പോൾ കാണുന്ന 2-3 ദിവസം കേട്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ MHR വന്ന ദിവസത്തെ വീഡിയോ? അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം വെച്ചാൽ ആള് വന്നത് 2:30-ക്കാണ്. പിന്നെ അരമണിക്കൂറിൽ ഷൂട്ട് ചെയ്ത ഫോട്ടേജസ് ആണ് 10 സെക്കൻഡുള്ള ആ വീഡിയോ. പിന്നെ നമുക്ക് ഷോർട്സ് കൊടുക്കണ്ടേ, അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി തികയുണ്ട്. പിന്നെ 4 മണിയാകുമ്പോഴേക്കും എനിക്ക് ശബരി എത്തണം. അപ്പോൾ 3:30 ആകുമ്പോഴേക്കും ഇറങ്ങണമല്ലോ. 10-12 മിനിറ്റിൻ്റെ യാത്ര ഉണ്ട്. അപ്പോൾ ഇടയ്ക്കെങ്ങാനും വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ അത്രയും സമയം വഴുകില്ല. അതുകൊണ്ടാണ് 4 മണിയാകുമ്പോഴേക്കും ശബരി എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3:30 ആകുമ്പോഴേക്കും ഇറങ്ങണത്. ഇതിൻ്റെ തൊണ്ടയ്ക്ക് വലിയ കുഴപ്പമില്ല, എന്തോ ശബ്ദം വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. നല്ല നീല കളർ ആകാശം, എന്തോ അതിൻ്റെ ഒരു ക്ലൗഡ്സും നല്ല രസമുണ്ട് കാണാൻ അല്ലേ, അടിപൊളി ഗൈസ്. അപ്പോൾ കുറച്ച് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ലാൻഡ് ക്രൂയിസറിൻ്റെ കാര്യം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിൽ ലാൻഡ് ക്രൂയിസർ ഇറക്കണില്ല എന്നാണ് തോന്നുന്നത്. ടൊയോട്ട ഇന്ത്യയിൽ ലാൻഡ് ക്രൂയിസർ ഇറക്കുന്നില്ല തോന്നുന്നു. പക്ഷേ ഞാൻ ചിലപ്പോൾ നേപ്പാൾ പോകണ്ടാവും ഗൈസ്. അപ്പോൾ ആ സമയത്ത് പറ്റുകയാണെങ്കിൽ ടൊയോട്ട ഷോറൂം കയറിയിട്ട് നമുക്ക് അവിടെ നോക്കിയേക്കാം. അവിടെ എല്ലാ ടൊയോട്ട ഷോറൂമിൽ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിൽ ടൊയോട്ട ഷോറൂമിലുണ്ട് ഗൈസ് ലാൻഡ് ക്രൂയിസർ. പ്രാഡോ ഉണ്ട്, ലാൻഡ് ക്രൂയിസർ ഉണ്ട്, പിന്നെ ഫോർച്യൂണറൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഏറ്റവും ഇപ്പം അധികം ആൾക്കാരുടെ അടുത്തും ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ടെസ്ല മേടിക്കണ്ടേ ഗൈസ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് ടെസ്ലയിൽ നോക്കാം. കാഠ്മണ്ഡുവിൽ 1-2 ഷോറൂം, ഒരു ഷോറൂം വിറ്റുള്ളൂ എന്ന് പറഞ്ഞു. നേപ്പാളിൽ കാഠ്മണ്ഡു അങ്ങനെ തന്നെ അല്ല ഞാൻ പ്രൊണൗൺസ് ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ തോന്നണം ഗൈസ്. അപ്പോൾ അറിയില്ല. അപ്പോൾ ഞാൻ വണ്ടി വരണ്ടോ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് വണ്ടിക്ക്. 2 വർഷത്തോളം വെയിറ്റിംഗ് പീരീഡാണ്. ഞാൻ ഒരു സ്ഥലത്ത് നമ്മുടെ അവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൊയോട്ടയുടെ ഷോറൂം വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത്. പിന്നെ ഇവിടെ അടുത്തുള്ള ഷോറൂം വിളിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ അവർ എടുക്കണില്ല. പക്ഷേ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് 10 lakh rupees നോൺ റിഫണ്ടബിൾ ആണ്. അപ്പോൾ കുറച്ച് വരാം. അപ്പോൾ ഗൈസ് നമ്മളത് ലാൻഡ് ക്രൂയിസറിൻ്റെ ആളിപ്പോൾ വിളിച്ച് കട്ട് ചെയ്തതാണ്, ഞാൻ വേഗം കട്ടാക്കിയതാണ്, സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോൾ ലാൻഡ് ക്രൂയിസറിൻ്റെ ആളിപ്പോൾ വിളിച്ചിട്ടേ ഉള്ളൂ. അവർ പറഞ്ഞെന്താ വെച്ചാൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 2.5 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ബുക്ക് ചെയ്ത 2025 ഇറങ്ങുമെന്ന് പറഞ്ഞത്, കിട്ടുന്നത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചൊന്നും വേണ്ട, ഇപ്പോൾ തൽക്കാലം നോക്കില്ല. പക്ഷെ അപ്പം തന്നെ എങ്ങനെ അറിയില്ല ഗൈസ്, ഇതാ വിളിച്ചു റേഞ്ച് റോവറിൻ്റെ ആള്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് റേഞ്ച് റോവറിൻ്റെ ആൾക്കാർ വിളിച്ചു. ഡിഫൻഡർ
110 ആണോ അല്ല 110 ആണോ അങ്ങനെ എന്തോ പറഞ്ഞു. ഡിഫൻഡർ സെയിൽ ചെയ്യാണ്ട് വേണോ വെച്ചിട്ട് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ആണോ. ഡിഫൻഡർ ആകുമ്പോൾ ഇത് കൂടും, ഐ മീൻ എന്തെങ്കിലും പാർട്സിന് എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും വന്നാൽ വാറണ്ടിയിലും ക്ലെയിം ചെയ്യാമെങ്കിലും സർവീസ് കോസ്റ്റ് കൂടുതലാണ് ഡിഫൻഡറിന്. മറ്റേ ലാൻഡ് ക്രൂയിസിനാണെങ്കിൽ 20,000-30,000 മാക്സിമം അത്രേ പോകുള്ളൂ. പാർട്സ് പിന്നെ വാറണ്ടിയിൽ റീപ്ലേസ് ആകും, അത് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്താ വേണ്ടത് വെച്ചിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വരാം, ഒരു മിനിറ്റ് താഴെ പിന്നെയും വിളിക്കുന്നുണ്ട്, കുറച്ച് നേരം വരാം.